സുഹൃത്തെ, ഞാൻ ജസിൽ മാസ്റ്റർ ജിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേരള PSC പുതിയ നവംബറിലെ ഡിസംബർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡിസംബർ 15 കൂടി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ നിരവധി അവസരങ്ങളാണ് വന്നിട്ടുള്ളത്. അതിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടുള്ളൊരു ജോബ് വേക്കൻസിയാണ് അഗ്രികൾച്ചറൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ ഫീസ്, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റർ ജി കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ ഡീറ്റെയിൽസും ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ കാറ്റഗറി നമ്പർ 528/2023 കാർഷിക വികസന അല്ലെങ്കിൽ കർഷക ക്ഷേമ വകുപ്പിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത്. അഗ്രികൾച്ചറൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എന്നുള്ളതാണ് പോസ്റ്റ്. ശമ്പളം വരുന്നത് 27,900 രൂപ മുതൽ 63,700 രൂപ വരെ, അതായത് 30,000 പ്ലസ് സാലറി എന്തായാലും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ ലഭിക്കും. പ്രതീക്ഷിത ഒഴിവുകൾ എത്ര എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടില്ല, എത്ര എന്നുള്ളത് ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും കുഴപ്പമില്ലാത്ത ഒഴിവുകളുണ്ടാവും. ഇതിലേക്ക് നിങ്ങൾ എക്സാമിന് ശേഷം ഒരു റാങ്ക് ലിസ്റ്റ് ഇടുകയായിരിക്കും ചെയ്യുക. ആ റാങ്ക് ലിസ്റ്റ് എന്ന് വെച്ചാൽ 1 വർഷമായിരിക്കും കാലാവധി. അത് 3 വർഷം വരെ, ഏറ്റവും കൂടിയത് 3 വർഷം വരെ നിലനിൽക്കാറുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ വരുന്ന ഈ 3 വർഷത്തിൻ്റെ ഇടയിലൊക്കെ വരുന്ന ഒഴിവുകളൊക്കെ ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരമായിരിക്കും നികത്തപ്പെടുക. ഓക്കെ, എന്തായാലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഉള്ള പ്രധാന യോഗ്യത, ഇത് നേരിട്ടുള്ള നിയമനമാണ്. അതായത് എക്സാമിനേഷനിൽ കൂടിയ ഡയറക്റ്റായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ്. ഇതൊരിക്കലും പാർട്ട് ടൈമോ അങ്ങനെയുള്ള ജോലിയൊന്നുമല്ല, ഫുൾ ടൈം ജോബാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി 18 വയസ്സിനും 37 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾ 2/1/1986 1/1/2005 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇതിൻ്റെ പുറമെ SC/STക്കാർക്ക് 5 വർഷത്തെയും OBCക്കാർക്ക് 3 വർഷത്തെയും പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കും. അതായത് SC/STക്കാർക്ക് ഇതിലേക്ക് ഒരു 42 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. OBCക്കാർക്കാണെങ്കിൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത നോക്കാം. യോഗ്യത കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും നൽകപ്പെട്ടിട്ടുള്ള ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചർ എന്നിവ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഇല്ലെങ്കിൽ നിങ്ങൾ ആ ക്വാളിഫിക്കേഷൻ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ +2 VHSC കോഴ്സ് ഉണ്ടല്ലോ, VHSC കോഴ്സിൽ അഗ്രികൾച്ചർ എന്നുള്ള VHSC കോഴ്സ് ഉണ്ട്. +2ൻ്റെ ഒപ്പം തന്നെ VHSCയിൽ വരുന്ന ഒരു കോഴ്സാണല്ലോ അഗ്രികൾച്ചർ. അത് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ല കായികശേഷിയൊക്കെ ഉണ്ടായിരിക്കണം. അതെന്ന് വെച്ചാൽ അഗ്രികൾച്ചർ ഇതാണല്ലോ, അസിസ്റ്റൻ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ആ ഫീൽഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ തുടക്കകാലത്തിലെന്ന് വെച്ചാൽ പ്രീ സർവീസിങ് ട്രെയിനിങ് ആയിരിക്കും. നേരിട്ടുള്ള നിയമനത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളും കൃഷിയിൽ അംഗീകൃത പരിശീലനമുള്ളവർ ഒഴികെ മറ്റെല്ലാവർക്കും ഒല്ലൂർക്കരയിലോ തളിപ്പറമ്പിലോ ഉള്ള ട്രെയിനിങ് സെൻറ്ററിൽ 6 മാസത്തെ ട്രെയിനിങ് കോഴ്സിന് പങ്കെടുക്കേണ്ടതാണ്. അതിന് സെലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തളിപ്പറമ്പിലോ ഒല്ലൂർക്കരയിലോ ഉള്ള ട്രെയിനിങ് സെൻറ്ററിൽ പോയിട്ട് 6 മാസം ട്രെയിനിങ് ഉണ്ടാവും. തിയറിക്കും പ്രാക്ടിക്കലിനും തീവ്രമായ ട്രെയിനിങ് നൽകുന്നതാണ്. ഓക്കെ, ട്രെയിനിങ്ങിന് ശേഷം അതായത് ജില്ലകളിൽ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ നടത്തുന്ന ടെസ്റ്റുകളിൽ നിങ്ങൾ വിജയിക്കുകയും വേണം. തിയറി, പ്രാക്ടിക്കൽ, ഓറൽ ആദ്യ അവസരത്തിൽ തന്നെ ഈ ടെസ്റ്റുകളിൽ നിങ്ങൾ വിജയിക്കാത്തവരുടെ പ്രൊമോഷൻ കാലത്ത് 2 അവസരം കൂടി നൽകുന്നതാണ്. അതായത് വെച്ചാൽ 6 മാസം ട്രെയിനിങ്ങിന് ശേഷം എക്സാമിനേഷൻ ഉണ്ടാവും. ആ എക്സാമിന് ശേഷം മിനിമം 2 അവസരമാണ് നിങ്ങൾക്ക് നൽകുക. 2 അവസരത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പാസ്സാവണം. ഓക്കെ, അല്ലാത്തവരെ അവരുടെ പ്രൊമോഷൻ അവസാനിപ്പിച്ച് സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതാണ് എന്ന് ഇതിൽ പ്രത്യേകം പറയപ്പെടുന്നു. 2 അവസരം വരെയാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ആ 2 അവസരത്തിനുള്ളിൽ നിങ്ങൾ വിജയിക്കണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പ്രൊമോഷണൽ കാലത്ത് വർഷത്തിൽ 2 പ്രാവശ്യം ടെസ്റ്റ് നടത്തപ്പെടുന്നതാണ്. പ്രൊമോഷണൽ കാലത്ത് വർഷത്തിൽ 2 വർഷമാണ് ടെസ്റ്റ് നടത്തുക. ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കുന്നവരെ 27,900 രൂപ മുതൽ 63,700 രൂപ വരെയുള്ള സാലറി സ്കെയിലിൽ നിയമിക്കും. അല്ലാത്തവരെ പിരിച്ചുവിടും കേട്ടോ. അതായത് ലിസ്റ്റിൽ വന്നിട്ട് ജോലി കിട്ടിയിട്ടും നിങ്ങളെ പിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. കാരണം ആ ടെസ്റ്റ് അഗ്രികൾച്ചർ അസിസ്റ്റൻ്റ് ആകുമ്പോൾ മിനിമം നിങ്ങൾക്ക് 6 മാസത്തെ കഠിനമായിട്ടുള്ള പരിശീലനം തന്നിട്ട് നിങ്ങൾ ആ ടെസ്റ്റ് പാസ്സാകുന്നില്ലെങ്കിൽ അവർ പിരിച്ചുവിടാനല്ലോ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അങ്ങനെയുള്ള ഇതൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ആർക്കൊക്കെയാണെന്നുള്ളത് പറഞ്ഞു, പ്രൊമോഷനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്ലൈ ചെയ്യാൻ നിങ്ങൾ കേരള PSCയിൽ 1 ടൈം പ്രൊഫൈലിൽ നിങ്ങൾ യൂസർ ID യും പാസ്വേഡ് വെച്ച് പ്രൊഫൈൽ ഉണ്ടാക്കിയവരാണെങ്കിൽ നിങ്ങൾ കേരള PSCയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.keralapsc.gov.in പോവുക. അതിൽ തുളസി എന്ന് പറഞ്ഞാൽ അതിൽ പോയിട്ട് നിങ്ങളെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചിട്ട്
നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം കാണുന്നത്, അല്ലെങ്കിൽ കേരള PSC ഇതുവരെ പ്രൊഫൈൽ ഉണ്ടാക്കാത്തവരാണെങ്കിൽ നിങ്ങൾ പോകേണ്ട വെബ്സൈറ്റും സെയിം തന്നെയാണ്. www.keralapsc.gov.in എന്നുള്ള വെബ്സൈറ്റ് പോകുക. അതിൽ യൂസർ ID-യും പാസ്വേഡും ടൈപ്പ് ചെയ്യുക. ശേഷം നിങ്ങളെ നോട്ടിഫിക്കേഷൻ ലിങ്ക് പോയിട്ട് നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ പോസ്റ്റ്, ഈ 553 എന്നുള്ള പോസ്റ്റ് ഉണ്ടല്ലോ, ആ പോസ്റ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസും കാര്യങ്ങളൊന്നും വരുന്നതില്ല. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എക്സാമിനേഷൻ്റെ സമയം ഒരു 2-3 മാസം മുന്നേ ഒരു എക്സാമിനേഷൻ എഴുതുമോ എന്നുള്ളൊരു കൺഫർമേഷൻ ചോദിക്കും. അതിന് നിങ്ങൾ OTP എല്ലാം ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശേഷം എക്സാമിനേഷൻ്റെ ഒരു 15 ദിവസം മുന്നേ ഹോൾ ടിക്കറ്റ് വരും. ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തതിന് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പോയി എക്സാമിനേഷൻ ചെയ്താൽ എക്സാമിനേഷൻ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ വരും. അതായെന്ന് വെച്ചാൽ വിജയിക്കാന്ന് വെച്ചാൽ നിശ്ചിത മാർക്ക് എന്നുള്ളതല്ല, ഇതിൽ എക്സാം എഴുതിയവരെ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ആരാണോ കരസ്ഥമാക്കിയിട്ടുള്ളത് അതിൽ നിന്നൊരു നിശ്ചിത ആയിട്ടുള്ള വിദ്യാർത്ഥികളാണ് ലിസ്റ്റിൽ വരിക. അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും പ്രഖ്യാപിക്കുക. ശേഷം ലിസ്റ്റിൽ വരുന്നവരെ ജോബിലേക്ക് പ്രവേശിപ്പിക്കും. നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ വെരിഫൈ ചെയ്തതിനു ശേഷം ജോലിയിലേക്ക് പ്രവേശിപ്പിക്കും. ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ തുടക്കത്തിൽ 6 മാസം പ്രൊബോഷണറി പീരീഡ് ആയിരിക്കും. പ്രൊബോഷണറി പീരീഡിലുള്ള എക്സാമിനേഷനും ജയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്യുക. സോ അത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോ നോക്കാനുള്ളത്. എന്തായാലും മാസ്റ്റർ ജി ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഈ വീഡിയോക്ക് മിനിമം ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളും സപ്പോർട്ടൊക്കെ നമുക്ക് കൂടുതൽ ഡെയിലി വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കും. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ ഓൺ നെക്സ്റ്റ് വീഡിയോ.